भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു. കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃ. കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ. കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷര സപര്യയുടെ 862 ദിവസം ഇന്ന്. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 24 അധ്യായമാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. അതിൽ 18 ശ്ലോകം മുതൽ. ഭാഗവതത്തിലേക്ക് കടക്കും മുമ്പ് ഒരു ഭാഗവത സപ്താഹയജ്ഞത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്ന് വൈകുന്നേരം 6:30 ഭദ്രദീപ പ്രോജ്വലനത്തോടുകൂടി അരൂർ ചെറുവള്ളി അയ്യപ്പസ്വാമിയുടെയും ഭഗവതിയുടെയും തിരുസന്നിധിയിൽ ഒരു ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിക്കുകയാണ്. ക്ഷേത്രം തന്ത്രി, അദ്ദേഹം എൻ്റെ പിതൃ സഹോദരി പുത്രൻ കൂടിയാണ്. എനിക്ക് ജ്യേഷ്ഠനായിട്ടുള്ള ശബരിമല ശ്രീധർമ്മശാസ്താക്ഷേത്രത്തിലെ മുൻ മേൽശാന്തി കൂടിയായിട്ടുള്ള ബ്രഹ്മശ്രീ മോനാട് കൃഷ്ണൻ നമ്പൂതിരിയാണ് ദീപപ്രോജ്വലനം നടത്തുക. അതിനുശേഷം മാഹാത്മ്യ പാരായണം ആരംഭിക്കും. തുടർന്നുള്ള 7 ദിവസങ്ങളിലായി ശ്രീമദ് ഭാഗവതം സപ്താഹമായി അവിടെ പാരായണം ചെയ്യപ്പെടുകയാണ്. അപ്പം എല്ലാവരെയും ആ പ്രദേശത്തിനടുത്ത് ഉള്ള ആളുകൾ, ഇത് കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ സമയം പോലെ സൗകര്യം പോലെ അവിടേക്ക് എത്തിച്ചേരാൻ പ്രത്യേകം സ്വാഗതം ചെയ്യണു എല്ലാവരെയും. ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
ഭഗവത് ഉദ്ധവ സംവാദ രൂപത്തിലാണ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവഗീത എന്നറിയപ്പെടുന്ന ഈ ഭാഗത്ത് സാഖ്യയോഗത്തെക്കുറിച്ച് ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴാണ് സൃഷ്ടിക്രമത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് വിശദീകരിച്ചത്. ഈ ലോകത്തിൽ എല്ലാം ഭഗവാൻ തന്നെ എന്ന ബോധ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. രണ്ട് എന്നൊന്നില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്, അത് ഭഗവാനാണ്. അതിനായി അവിടെ തൈജസ പാർത്ഥിവ യഥാ, ഇവിടെ മണ്ണുകൊണ്ടും അതേപോലെ പൊന്നുകൊണ്ടും മണ്ണുകൊണ്ടും ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഉദാഹരണ സഹിതം അവിടെ ഭഗവാൻ അവതരിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, യദുപാദായ പൂർവസ്തു ഭാവോ വികുരുതേ പരം ആദിരന്തോ യഥാ യസ്യ തത് സത്യമഭിധീയത്തെ എന്ന് പറയുന്നു. അത് തന്നെ തത്തു സത്യം അഭിധീയത്തെ, അത് തന്നെ പരമാർത്ഥം എന്ന് പറയപ്പെടുന്നു. എങ്ങനെ? പൂർവഹ ഭാവ, ആദ്യമായ ഭാവം, യത് ഏതൊന്നിനെ ഉപാദായ ഉപാദാനം ചെയ്തിട്ട് അപരം വികുരുതെ അന്യമായിട്ടുള്ളതിനെ സൃഷ്ടിക്കണു. യസ്യ യത് ആദി അന്തഃ, ഏതൊന്നിനെ ഏതൊന്ന്, യസ്യ യത് ആദി അന്തഃ, ആദിയും അവസാനവും തത്തു അത് തന്നെ സത്യം അഭിധീയത, സത്യം എന്ന് പറയപ്പെടുന്നു. ഇപ്പം ലോകത്തിൽ കാണപ്പെടുന്ന പദാർത്ഥങ്ങൾക്ക് മഹത്തത്വാദികളും കാരണമാകുന്നതിൽ മഹത്തത്വാദി തത്വങ്ങളും നാശരഹിതങ്ങൾ തന്നെ എന്ന ഒരു സംശയം ഉണ്ടാവാം. ഇപ്പോൾ പറയുകയാണ്, ഏതൊരു പരമാർത്ഥ സ്വരൂപത്തെ ആശ്രയിച്ചിട്ട് മഹത്തത്വാദിഭാവങ്ങൾ അഹങ്കാരാദിഭാവങ്ങളെ സൃഷ്ടിക്കുന്നുവോ ആ പൂർവാപൂർവ ഭാവങ്ങൾക്ക് കാരണത്വവും ഉത്തരോത്തര ഭാവങ്ങൾക്ക് കാര്യത്വവും ഉണ്ട്. എന്നാൽ കാര്യരൂപങ്ങളായിരിക്കുന്ന എല്ലാത്തിൻ്റെയും നാശത്തിൽ നാശരഹിതമായിരിക്കുന്ന വസ്തു, അതാണ് ഇതിൻ്റെയൊക്കെ മഹാകാരണം എന്നുള്ളത്. അപ്പോൾ മണ്ണിനെ ആശ്രയിച്ചിട്ട് പിണ്ഡമുണ്ടാകുന്നു. കുടം തുടങ്ങിയവയുടെ സൃഷ്ടിയിൽ പിണ്ഡം കാരണമാണെങ്കിലും യഥാർത്ഥമായ കാരണം എന്താണ്? അത് മണ്ണ് തന്നെയാണ്. അതുകൊണ്ട് ഘടാദികൾ ഉൽപ്പത്തിക്ക് മുമ്പും നാശത്തിനു ശേഷവും മണ്ണായിത്തീരും എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ മണ്ണ് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് മഹത്തത്വാദി സകല ഭാവങ്ങൾക്കും പരമാത്മാവിനെ ആശ്രയിച്ചുണ്ടായവയാണ് അത് എന്നുള്ളത് കൊണ്ട് ആദിയിലും മധ്യത്തിലും അവസാനത്തിലും ആദിമധ്യാന്തങ്ങളിൽ പരമാർത്ഥസ്വരൂപമായി നിലനിൽക്കുന്നത് ആ ഈശ്വരൻ തന്നെയാണ്, ആ ചൈതന്യം തന്നെയാണ്. അതുകൊണ്ട് പരമാത്മസ്വരൂപമായിട്ട് തന്നെ സകലവും വിളങ്ങുന്നു എന്നുള്ളതാണ് സത്യം. മറ്റുള്ളതൊക്കെ വ്യാവഹാരികമായിട്ടുള്ള സത്യങ്ങൾ മാത്രമാണ്, നിത്യസത്യമല്ല. പ്രകൃതിർഹ്യസ്യോപാദാനമാധാര പുരുഷപര സതോഭിവ്യഞ്ജക കാലോ ബ്രഹ്മ തൽതൃതയന്ദ്വഹം. അസ്യ സതഃ, കാര്യരൂപമായ ഇതിന്, ഉപാദാനം കാരണദ്രവ്യം പ്രകൃതി, പ്രകൃതിയാണ്. പരഹ, പരനായ പുരുഷ, പുരുഷൻ, ആധാരം, ആധാരഃ, അഭിവ്യഞ്ജക, പ്രകാശിപ്പിക്കുന്നത്, കാലം, തത്ഹൃദയം തു, ആ മൂന്നുമാകട്ടെ, ബ്രഹ്മ അഹം, ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ഞാൻ തന്നെ. ഇപ്പം മറ്റുള്ള എല്ലാ ഭാവങ്ങൾക്കും കാരണമായിരിക്കുന്ന പ്രകൃതി, പുരുഷൻ, കാലം, ഇത് വെവ്വേറെ ഇരിക്കുന്നതിനാൽ ഒന്ന് മാത്രം കാരണം എന്ന് വിചാരിക്കേണ്ട. സ്വതന്ത്രങ്ങളായ മൂന്ന് കാരണങ്ങളുണ്ട് എന്നുള്ള ശങ്കയും അവിടെ ഭഗവാൻ ഇല്ലാതെയാക്കുകയാണ്. ഈ കാണപ്പെടുന്ന സകലവും കാര്യരൂപമാണ്. അതിൻ്റെ ആദി കാരണം എന്താ? പ്രകൃതി. അധിഷ്ഠാനം പ്രകൃതിയിൽ നിന്ന് വേറിട്ടിരിക്കുന്ന പരംപുരുഷൻ. പ്രകൃതിയിലുള്ള സത്വാദികളെ ക്ഷോഭിപ്പിച്ച് ഈ രീതിയിലേക്ക് പ്രകാശിപ്പിക്കുന്നത് കാലം. ഇങ്ങനെ മൂന്നും വെവ്വേറെ സ്വതന്ത്രങ്ങളായി കാരണസ്ഥാനത്തെ വഹിച്ചുകൊണ്ടിരിക്കണമെന്ന് കരുതണ്ട.
പ്രകൃതിശക്തിയും പുരുഷനും കാലവും അവസ്ഥാവിശേഷങ്ങൾ മാത്രമാണ്. ഇതിനു മൂന്നിനും അധിഷ്ഠാനമായിരിക്കുന്നത്, കാരണമായിരിക്കുന്നത് ബ്രഹ്മസ്വരൂപനായ ഞാൻ തന്നെ. അപ്പം അതുകൊണ്ട് പ്രകൃത്യാദികൾക്കും എന്നെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് അവർക്കും ഒരു സ്വാതന്ത്ര്യമില്ല. അവരും എന്നാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കണു. മൂലപദാർത്ഥങ്ങളല്ല എന്നാണ്. അവയും എന്നിൽ നിന്ന് ഭിന്നങ്ങളല്ലാത്തതിനാൽ അവയ്ക്കും കാരണമാണ് ഞാൻ. മഹാകാരണം, ആ മഹാകാരണമായിരിക്കുന്ന ബ്രഹ്മമാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ എല്ലാമായിട്ട് വിളങ്ങുന്നു എന്ന് എന്നെ മനസ്സിലാക്കിയ ആളുകൾക്കറിയാം. അല്ലെങ്കിൽ സൂക്ഷ്മബുദ്ധിയുള്ള ആളുകൾക്ക് എന്നെ അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സൂക്ഷ്മബുദ്ധിയുള്ള ആളുകൾക്ക് ഇത് എല്ലാം ഞാൻ തന്നെയാണ് എന്ന ബോധ്യം ഉണ്ടാവുന്നു. അപ്പം പല രൂപത്തിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഇതെല്ലാം ഞാൻ തന്നെയാണ്. സർഗ പ്രവർത്തതേ താവൽ പൗർവാപര്യേണ നിത്യശ മഹാൻ ഗുണവിസർഗാർത്ഥ സ്ഥിത്യന്തോ യാവദീക്ഷണം. മഹാൻ, മഹത്തായും, പൗർവാപര്യേണ, പൂർവാപര രീതിയെ അനുസരിച്ചും കൊണ്ട്, അതാണ് പൗർവാപര്യം. നിത്യശഃ, എപ്പോഴും, യാവദീക്ഷണം, ഈക്ഷണം വരെ, സ്ഥിത്യന്തഃ, സ്ഥിതിയാകുന്ന അവസാനത്തോടുകൂടി, അവധിയോടുകൂടിയ, ഗുണവിസർഗാർത്ഥ, ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്ന പ്രയോജനത്തോടുകൂടിയ, സർഗ, സൃഷ്ടി, താവൽ പ്രവർത്തത, അതുവരെ പ്രവർത്തിക്കുന്നു എന്നാണ്. ബ്രഹ്മം സത്യമാണെന്ന് പറയാൻ കാരണം എന്താ? ഭൂതം, അതേപോലെ വർത്തമാനം, ഭാവി, ഈ മൂന്ന് കാലങ്ങളിലും, ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും ഭേദമില്ലാതെ, ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്നതാണ് ബ്രഹ്മം. ആ ബ്രഹ്മം തന്നെയാണ് സത്യം എന്ന് പറയുന്നു. ആ പരമമായ സത്യത്തെ ധ്യാനിച്ചും കൊണ്ടാണ് ഭാഗവതം ആരംഭിക്കുന്നത്. നമ്മൾ ഏറ്റവും ആദ്യത്തെ ശ്ലോകത്തിൽ കേൾക്കും, സത്യം പരം ധീമഹി, പരമമായ സത്യത്തെ ധ്യാനിക്കുന്നു എന്ന് കാണാം. ആ പരമമായ സത്യത്തെ അറിയലാണ്, ആ പരമമായ സത്യത്തിലേക്ക് അലിയലാണ് ഭാഗവതം. അതുകൊണ്ടാണ് നമ്മൾ ഭാഗവതം അറിയാൻ, അലിയാൻ എന്ന് പേരുകൊണ്ടെങ്കിലും നമ്മൾ അത്തരത്തിൽ വിചാരിക്കണത്. ആ ഒരു തലത്തിലേക്ക് എത്താൻ ഇതുകൊണ്ടൊന്നും ആവുമെന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷേ നമ്മളെ കൊണ്ട് ആകാവുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഭഗവാൻ ചെയ്യിപ്പിക്കുന്നത് പോലെ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. എത്ര അറിഞ്ഞാലും അറിയാൻ ബുദ്ധിമുട്ടുള്ളതാണ്. എന്നാൽ കേവലമായ ഭക്തി കൊണ്ട് ഭഗവാനെ അറിയാൻ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും. അത് ഒരു തേൻതുള്ളി നാവിലേക്ക് വീഴുന്നത് പോലെയാണ് ഭക്തിയുടെ അവസ്ഥ. ആ തേൻതുള്ളി നാവിലേക്ക് വീണാൽ ആ തേൻതുള്ളി എന്താണ് എന്ന് അറിയാത്തവനും, അതല്ലെങ്കിൽ അതിൻ്റെ രാസനാമങ്ങളെക്കുറിച്ച്, അതിൻ്റെ എങ്ങനെയാണത് ഉണ്ടാകുന്നത് എന്നൊന്നും അറിഞ്ഞില്ലെങ്കിലും ആ മധുരം അനുഭവിക്കാൻ സാധിക്കും. ഇതേപോലെ ഭാഗവതം വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ, കേട്ടു തുടങ്ങുമ്പോൾ തന്നെ പതിയെ 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 ഈ മധുരാനുഭൂതി നമുക്കുണ്ടാവണു, അല്ലെങ്കിൽ ഉണ്ടാവണം. ഇപ്പോൾ ഇവിടെ പറയുകയാണ്, ആദിയിൽ സൃഷ്ടിക്ക് കാരണമായിരുന്നു, മധ്യത്തിൽ പദാർത്ഥങ്ങളായിരിക്കണു, അവസാനത്തിൽ എല്ലാം ത്തിൻ്റെയും ലയസ്ഥാനമായിരിക്കണം. ഇവിടെ പറയുകയാണ്, പിതാവ്, മകൻ, മകൻ്റെ മകൻ, അയാളുടെ മകൻ, ഇങ്ങനെ ക്രമത്തിൽ ആദ്യമുണ്ടായതും ആ മുമ്പിലുണ്ടായവ പിന്നെ പിന്നെ എന്താവും? ഉണ്ടാകുന്നവർക്ക് കാരണമാണ്. മകന് കാരണം അച്ഛൻ, മകൻ്റെ മകന് കാരണം മകൻ, ഇങ്ങനെ വരും അല്ലേ? ഇതേപോലെ ഇങ്ങനെ ഇടവിടാതെ സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ശരീരങ്ങളെടുത്ത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇങ്ങനെയുള്ള ആ 4 പുരുഷാർത്ഥങ്ങളെ യഥായോഗ്യം, യോഗ്യമായ രീതിയിൽ അതിനെ സാധിക്കാൻ ഈ സൃഷ്ടിയില്ലെങ്കിൽ കഴിയില്ല അല്ലേ? അപ്പം അതുകൊണ്ട് ജീവാനുഗ്രഹത്തിനായി ആരംഭിച്ച സൃഷ്ടി ഈശ്വര സങ്കല്പം ഉള്ളിടത്തോളം കാലം നിലനിൽക്കും. എന്ന് വെച്ചാൽ ഈശ്വരൻ
ഉള്ളിടത്തോളം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഇല്ലാത്ത ഒരു സമയമില്ല. ഇപ്പൊ സൃഷ്ടി നിലനിൽക്കുക തന്നെ ചെയ്യും. ഭഗവാന്റെ സങ്കല്പം അനുസരിച്ച് ഇത് തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് ചുരുക്കം. എന്നിട്ട് പറഞ്ഞു, വിരാൺമയാ സാധ്യമാനോ ലോകകൽപ്പവികൽപക പഞ്ചത്വായ വിശേഷായ കൽപ്പത്തെ ഭുവനൈ സഹ. ലോകകൽപ്പവികൽപക, ലോകങ്ങളുടെ ഭേദത്തെ തന്നിൽ കൽപ്പിക്കുന്ന വിരാട്, വിവിധ സ്വരൂപൻ അല്ലെങ്കിൽ വിരാട് പുരുഷൻ. മയ ആസാദ്യമാനഃ, എന്നാൽ പ്രാപിക്കപ്പെടുന്നതായിട്ട്, ഭുവനൈ സഹ, ഈ ലോകങ്ങളോടുകൂടി, പഞ്ചത്വായ വിശേഷായ, 5 എന്ന വിശേഷത്തിനായിക്കൊണ്ട്, കൽപ്പത്തെ യോഗ്യമായി തീരുന്നു എന്നാണ്. ഇനി പ്രളയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പം സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു, ഇനി പ്രളയം. എങ്ങനെയാണ് ഈ സൃഷ്ടിക്കപ്പെട്ടതൊക്കെ ഭഗവാനിലേക്ക് പ്രകർഷേണ ലയിക്കുന്നത് എന്ന് കാണിക്കുകയാണ്. ഇവിടെ പറയുകയാണ്, ബഹുവിധ ഭേദങ്ങൾക്ക് ആശ്രയമാണ് ഈ ബ്രഹ്മാണ്ടം. ഈ ബ്രഹ്മാണ്ടം എന്ത് ചെയ്യണു? കാലസ്വരൂപമായിരിക്കുന്ന എന്നിൽ ലയിക്കണു. അപ്പോൾ പല ഭേദങ്ങളെ നശിച്ചിട്ട് 5 വിധത്തിലുള്ള പദാർത്ഥങ്ങളായിട്ട് മാത്രം കാണപ്പെടുന്നു. പഞ്ചഭൂതങ്ങളുടെ ചേർച്ച കൊണ്ടുണ്ടായ നാനാത്വം നശിച്ച് അവസാനത്തിലും അത് പഞ്ചഭൂതങ്ങളായിട്ട് തന്നെ തീരുന്നു. ഇത് തന്നെയാണ് പ്രളയം അല്ലെങ്കിൽ പ്രലയം, പ്രകർഷേണ ലയിക്കുന്നത്. അങ്ങനെയുള്ള ആ 21ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്കിന്ന് സമർപ്പിക്കാം. ഇനി എങ്ങനെയാണ് ഇത് ഓരോന്നിലേക്ക് ലയിക്കുന്നത് എന്ന് കാണിക്കുകയാണ്. അന്നം ആ രീതിയിൽ ഇവിടെ പറയുന്ന ഭക്ഷണപദാർത്ഥം ധാന്യങ്ങളിൽ, ധാന്യങ്ങൾ ഭൂമിയിൽ, ഭൂമി ഗന്ധത്തിൽ, അങ്ങനെ ആ എങ്ങനെയാണോ ഇതുണ്ടായത് അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള രീതിയിൽ ഇതൊക്കെ ഭഗവാനിലേക്ക് തന്നെ ലയിക്കണു എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ. 22ാമത്തെ ശ്ലോകം മുതൽ അത് നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്നിപ്പോൾ ഭഗവാന്റെ ഒരു കീർത്തനം കൂടി നമുക്ക് ആ ഇന്നത്തെ ഭാഗവതത്തിൽ ഉൾപ്പെടുത്തണു. അതുകൂടി കേട്ടുകൊണ്ട് നമുക്ക് ദീപാരാധനയോടുകൂടി സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, ഹരി ഓം. കൃഷ്ണഗീതിക എന്ന ഗ്രന്ഥത്തിലെ 35ാമത്തെ കീർത്തനമായിട്ടുള്ള ദ്വാദശാക്ഷരി മന്ത്ര കീർത്തനമാണ് ഇന്നിവിടെ ചൊല്ലി സമർപ്പിക്കുന്നത്. ദ്വാദശാക്ഷരി മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മഹാമന്ത്രമാണ്. ആ മന്ത്രത്തെ ആണ് ധ്രുവൻ ഭഗവാന്റെ തപസ്സിനായിട്ട് ഉപയോഗിച്ചത്. ആ 12 അക്ഷരങ്ങളെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ആ 12 അക്ഷരങ്ങളെ ഓരോ വരിയുടെയും ആദ്യത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ കീർത്തനം ഭഗവാൻ എഴുതിപ്പിച്ചത്. അതാണ് ഇപ്പം ഇന്നിതാ നിങ്ങളുടെ മുമ്പിൽ പാടി സമർപ്പിക്കുന്നത്. ഒരു സപ്താഹവേദിയിൽ പാടിയതാണ്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ആ ശബ്ദം അത്രയ്ക്ക് സുവ്യക്തമാവില്ല. എങ്കിലും ആ ഭഗവാന്റെ അവദാനത്തെ പ്രകീർത്തിക്കുന്ന ആ കീർത്തനം ഇനി കേൾക്കുക. ഹരേ കൃഷ്ണ. കാരൂപനായോരോ മനസ്സിലും ഓടിക്കളിക്കുന്നു കണ്ണനുണ്ണി. കാരൂപനായോരോ മനസ്സിലും ഓടിക്കളിക്കുന്നു കണ്ണനുണ്ണി. നാമസങ്കീർത്തന വേദിയിൽ നിത്യവും നാദം നിറയ്ക്കുന്ന ഉണ്മയുണ്ണി. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ
ഗർവങ്ങളൊക്കെയും തീർക്കുവാനായിട്ടും ദ്രവ്യങ്ങൾ മോഷണം ചെയ്യുമോ നീ? പമ്പേറും പാപത്തിൽ കാട്ടാന കൂട്ടത്തെ വേഗത്തിലോടിക്കും സിംഹവും നീ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. തെങ്ങുന്ന ഭക്തമനസ്സിനു കാവല ആരാട്ടുപാടും അമ്മയും നീ. വാക്കുകൾ കേൾക്കുമ്പോൾ ഓരോ മനുജനും വാരിയെടുക്കുവാൻ തോന്നുന്നു നീ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. സുന്ദരിമാരൊത്തും കാളിന്തി തീരത്തും സുന്ദരമായി നൃത്തമാടും നീ. ദേവജനങ്ങളും തുമ്പിട്ടു കൂടിക്കും ദേവാദിദേവനും എന്റെയും നീ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. വാരിജനത്രയ രാധനു പ്രേമത്തെ വാരിക്കൊടുക്കുന്ന രൂപവും നീ. എനിക്കതിരാത്മീയ ഭാവം നിറയ്ക്കുന്ന വലിയ കൂട്ടി കർണനും നീ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം. ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു.
രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു
മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.